Question paper revision, chapter 3rd, motion in a straight line, part 1. 2020 മാർച്ചിൽ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ thrown vertically upward with initial velocity is shown in figure. ഇപ്പോൾ ഫിഗറിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ആണ് വരച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നേരെ മുകളിലേക്ക് കുത്തനെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബോഡീനെ നമ്മൾ ത്രോ ചെയ്യുന്നു. അപ്പൊ ഉണ്ടാവുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ? ആ പിന്നെ ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ടൈമാണ്, ഇത് വെലോസിറ്റി ആണുള്ളത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞാൽ ടൈം 0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ടൈം 0 ആകുമ്പോഴുള്ള വെലോസിറ്റി എത്ര വരുന്നത്? 100 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആൻസർ ഏതാ വരുന്നത്? 100 മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ ഡ്യൂറിംഗ് 20 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. ഗ്രാഫിൽ നിന്ന് 20 സെക്കൻഡ്സിൽ എത്ര ദൂരമാണ് അത് സഞ്ചരിച്ചതെന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ഗ്രാഫ് ഇവിടെ ഒരിക്കൽ കൂടി നമ്മൾ കാണിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്കറിയാം, പിന്നെ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ കാണാൻ മതി. ഏതൊക്കെ? 2 ട്രയാങ്കിൾ വരുന്നുണ്ട്. ഇതാ ഇവിടെ AB, ഇതാ ഈ പോയിന്റ് ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ BCD എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ട് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് നമുക്ക് കിട്ടും. അപ്പൊ 2 ട്രയാങ്കിൾ ആണ്. അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് BH ആണ്. അപ്പൊ ഹാഫ് B1H1 പ്ലസ് ഹാഫ് B2H2 എന്ന് പറയാം. അപ്പൊ നമുക്ക് ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ B1 എന്ന് പറയുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ 10 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ B1ന്റെ വാല്യൂ 10 - 0. അതുപോലെ H1 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ 100 ആണ്, ഇവിടെ 0 ആണ്. 100 - 0 പ്ലസ് ഹാഫ് ഇൻറ്റു B2. B2വിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് ഇതാ ഇങ്ങോട്ടുള്ള ദൂരമാണ്, അതായത് 20 - 10 ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എഴുതി. H2 എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ്. ഇവിടെ 100 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് 100 - 0. നെഗറ്റീവ് സൈൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ വരുന്നത്. ഇവിടെ ഇത് 10 വന്നു, 100 വന്നു. ഇവിടെ അതെ 10 വന്നു, 100 വന്നു. അപ്പൊ ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ 5 ടൈംസ് പോയി. ഇവിടെ 5 × 100 500 കിട്ടി. ഇവിടെ അതേപോലെ തന്നെ 500. അപ്പൊ നമ്മൾ ആൻസർ എത്ര വരുന്നുണ്ട്? 1000 മീറ്റർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബോൾ ഫ്രം ദി ഗ്രാഫ്. ഗ്രാഫിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കാണണം. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ആക്സിലറേഷൻ കാണുക? സ്ലോപ്പ് കണ്ടാൽ മതി. അപ്പൊ നമ്മള് സ്ലോപ്പ് കാണുന്നു. ആക്സിലറേഷൻ ഈക്വൽ ടു സ്ലോപ്പ്. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഈ ട്രയാങ്കിൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതിന്റെ Y ഇന്റർസെപ്റ്റ് വെലോസിറ്റി ബൈ ടൈം ആണ് വരുന്നത്. ഇവിടെ വെലോസിറ്റി വരുന്നത് എത്രയാണ്? 100 ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടുള്ള ടൈം എത്രയാണ് വരുന്നത്? 10 ആണ്. നമ്മൾ 100/10 എടുത്തു. അപ്പൊ എത്ര വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റിന് ചോദിച്ചത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു. The position time graph of 2 objects A and B are shown below. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ബോഡി ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി? ഏത് ബോഡിക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി എന്നുള്ളത് നമുക്കറിയാം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി തരുന്നത്. അപ്പൊ ഇവിടെ സ്ലോപ്പ് കൂടുതലുള്ളത് ഏതിനാണ്? ചെരിവ് കൂടുതലുള്ളത് എക്കാണ്. സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് എ ഈസ് ഗ്രേറ്റർ നമുക്കറിയാം. അതുകൊണ്ട് സോ ഒബ്ജക്റ്റ് എ ഹാസ് ഗ്രേറ്റർ വെലോസിറ്റി. ഒബ്ജക്റ്റ് എക്കാണ് ഗ്രേറ്റർ വെലോസിറ്റി ഉള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെലോസിറ്റി കാണാൻ സ്ലോപ്പാണ്. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ടാൻ തീറ്റ എന്ന് പറയാം. അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 30 60 വരുന്നുണ്ട്. അപ്പൊ എയുടെ ആംഗിൾ എത്ര വരുന്നത്? 60 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടാൻ 60/tan 30 എന്ന് കൊടുക്കാം.
tan 60യുടെ വാല്യൂ √3 ആണ്. tan 30യുടെ വാല്യൂ 1/√3 ആണ്. അപ്പൊ ഈ √3 അടിയിലുള്ള √3 നേരെ മുകളിലേക്ക് പോയി. √3 × √3 ആണ് 3/1 വന്നു. നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 കിട്ടി. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് an object is given below. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. The area under this graph, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നമുക്കറിയാം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് the relation x is equal to v0t plus half at square using the above graph. നേരത്തെ ഗ്രാഫ് വീണ്ടും നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എന്ത് കാണാൻ വേണ്ടിയിട്ട്? ഈ ഡെറിവേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഏരിയ കാണാൻ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ രണ്ട് പോർഷൻസ് വരുന്നുണ്ട്. ഏരിയ ഓഫ് ദി റെക്ടാംഗിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഏരിയ ഓഫ് ദി ട്രയാംഗിൾ. റെക്ടാംഗിളിന്റെ ഏരിയ വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ഇവിടെ ലെങ്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എടുത്ത v0, ഇത് ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം t ആണ്. അപ്പൊ v0t കൊടുത്തു. ഇനി ഈ ട്രയാംഗിളിന്റെ ഏരിയ ആണ് ഹാഫ് BH ആണ്. ഹാഫ് BH പറഞ്ഞാല് ബിയുടെ വാല്യൂ നമുക്ക് ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ v - v0. ഇവിടുത്തെ വാല്യൂ v ആണ്, ഇവിടുത്തെ വാല്യൂ ഏതാണ് വരുന്നത്? v0 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ v - v0 ഇൻറ്റു ഇതാണ് വരുന്നത്, ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? t ആണ്. ഇനി നമുക്ക് v - v0 at എന്നറിയാം. കാരണം v = v0 + at അല്ലെങ്കിൽ v = u + at നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ v - v0 പകരം at കൊടുക്കുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്തായിട്ട് മാറി? v0t plus half into v - v0 പകരം at into t, t into t square ആണ്. അപ്പൊ v0t plus half at square. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് = x എന്ന് എഴുതാം. അങ്ങനെ നമ്മളത് ഡിറൈവ് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് 2019 മാർച്ചിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. At what time the objects meets? അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. ഏത് സമയത്താണ് രണ്ട് ഒബ്ജക്റ്റുകളും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റിലെ ടൈം ഏതാണ്? അത്രേ ചോദിച്ചിട്ടുള്ളൂ. എത്രയാണ് ടൈം വരുന്നത്? 3 seconds ആണ്. അപ്പൊ നമ്മൾ ആൻസർ എന്ത് വന്നു? അറ്റ് 3 seconds. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീ ഫോൾ ഈസ് എ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ. ഫ്രീ ഫോൾ എന്ന് പറയുന്നത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ ആണ്. ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഫ്രീ ഫോൾ. ഫ്രീ ഫോളിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രാഫ് നമുക്കറിയാം, ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ് വരുന്നത്. അപ്പൊ ഫ്രീ ഫോളിൽ നമ്മൾ 3 ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുപോലെ തന്നെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ അത് 3 നമ്മളൊന്ന് പഠിക്കണം. അപ്പൊ ഈ ഗ്രാഫ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി 20 m/s ഫ്രം ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നൊരു ബോഡിയെ കുത്തനെ മുകളിലേക്ക് 20 m/s ഇനീഷ്യൽ വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയാണ്. ദ ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വെർ ദ ബോൾ ഈസ് ത്രോൺ ഈസ് 25 meter ഫ്രം ദി ഗ്രൗണ്ട്. അപ്പൊ നമ്മൾ ഏത് പോയിന്റിൽ നിന്നാണ്? 25 meter ഉയരത്തിൽ നിന്നാണ് നേരെ മുകളിലേക്ക് എറിയുന്നത്. ഹൗ ഹൈ ദ ബോൾ റൈസ്. ബോൾ എത്ര ഉയരം മുകളിലേക്കാണ് പോവുക എന്നുള്ളത്. ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് 3 ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക. ഏതൊക്കെയാണ് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഒന്ന് v = u + at, അടുത്തത് s = ut + half at square, മൂന്നാമത്തത് v² = u² + 2as. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് v² = u² + 2as ആണ്. അപ്പൊ ഇതിൽ നമുക്കറിയാം കുത്തനെ ബോഡി മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും ഫൈനൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? 20 m/s ആണ്. ഓക്കെ, അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. അപ്പൊ നമ്മളെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് എസിന്റെ വാല്യൂ ആണ്. s = v² - u²/2a ആണ്. ബിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 ആണ് ഫൈനൽ വെലോസിറ്റി. യു എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ u² എന്ന് പറഞ്ഞാൽ 20² എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു 2 ഇൻറ്റു എയുടെ വാല്യൂ നമുക്കറിയാം g ആണ്. ഫസ്റ്റ് മുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ ജിയുടെ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? മൈനസ് വാല്യൂ ആയിട്ട് എടുക്കുന്നു. ജിയുടെ വാല്യൂ 9.8 ആണ്. പ്രോബ്ലത്തിൽ നമുക്കത് എന്ത് ചെയ്യാം? 10 ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക്
-10. അപ്പൊ നമ്മൾ ആൻസർ എത്ര കിട്ടി? ഈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു പോകും. 2 × 10 20 വന്നു. 400/20. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 20. അപ്പൊ ആൻസർ എന്ത് വന്നു? 20 മീറ്റർ ആണ്. ഇനി നമ്മൾ നോക്കുക, 20 മീറ്റർ ആണ് മുകളിലേക്കുള്ള ഹൈറ്റ് വരുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാല് ഈ ഇതാ ഇവിടെ 25 മീറ്റർ എബോവിൽ നിന്നാണ് നമ്മൾ എറിയുന്നത്. അപ്പൊ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 മീറ്ററും 20 കൂടി കൂട്ടുമ്പോൾ 40 ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കും ഇത് പോകുന്നത്? 40 മീറ്റർ ഹൈറ്റിലാണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് അതാണ്, എത്ര ദൂരം ഇത് മുകളിലേക്ക് പോകുന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്? അതായത് താഴെ ഗ്രൗണ്ടിൽ എത്തുന്നതിന് ആകെ എത്ര സമയം എടുക്കുന്നു? അപ്പൊ ഇങ്ങനെ സമയം എടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് പോകുന്നതിന് ഒരു ടൈം വേണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം. താഴത്തേക്ക് ഏറ്റവും മുകളിൽ നിന്ന് താഴത്തെ ഗ്രൗണ്ട് ലെവൽ വരെയുള്ള ടൈം നമുക്ക് കാണണം, രണ്ടും കൂടി കൂട്ടണം. അപ്പൊ നമുക്ക് അപ്വേർഡ് മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ v = u + at കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഫോർമുലയിൽ നിന്ന് നമ്മൾ ടിയുടെ വാല്യൂ കാണുന്നു, v - u/a. ഇതിൽ v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും മുകളിലെത്തുമ്പോൾ ഫൈനൽ വെലോസിറ്റി, നേരത്തെ ഇതാ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 20 ആണ്. അപ്പൊ v - u എന്ന് പറയുമ്പോൾ 0 - 20 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ, ഇത് മുകളിലേക്കാണ് പോകുന്നത്, അപ്പൊ -g ആണ്. ജിയുടെ വാല്യൂ നമ്മൾ 10 ആയിട്ട് എടുക്കുന്നു. നമുക്ക് വാല്യൂ എത്ര കിട്ടി? 2 സെക്കൻഡ് കിട്ടി. എവിടെ നിന്ന്? ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് ഈ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നു എന്ന് കിട്ടി. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് വരും. താഴത്തേക്ക് വരുന്ന സമയത്തുള്ള നമ്മൾ s = ut + ½ at² എടുക്കുന്നു. അപ്പൊ ഏറ്റവും മുകളിൽ ഇനീഷ്യൽ വെലോസിറ്റി അവിടെ എന്ത് വന്നു? 0 വന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഈ ടേം ഇല്ല. പിന്നെ വരുന്നത് ½ at² ആണ്. എയുടെ വാല്യൂ g ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് t² വാല്യൂ കിട്ടി 2s/a ആണ്. ഇവിടെ എസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 45 ആണ്. ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ ജി ആണ്. ജി ഇവിടെ നേരെ താഴത്തേക്ക് വരുന്നതുകൊണ്ട് ജിയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് എത്ര കിട്ടി? നമുക്ക് 9 കിട്ടിയ ആൻസർ. അപ്പൊ t² വാല്യൂ 9 ആണ്. അപ്പൊ ടിയുടെ വാല്യൂ എത്ര കിട്ടി? √9, 3 സെക്കൻഡ് കിട്ടി. ഇനി ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 സെക്കൻഡും അതുപോലെ തന്നെ 3 സെക്കൻഡും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 5 സെക്കൻഡ് ആണ് ടോട്ടൽ ടൈം കിട്ടുന്നത്.